എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പോൾ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മളൊരു 30 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്ന് ഡേ 17 ആണ്. അപ്പോൾ ഡേ 17 വരെ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നാളെ മുതൽ, അതായത് ഡേ 18 മുതൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒരാഴ്ചത്തേക്കുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഓരോ ഡേയിലും പഠിക്കേണ്ട ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഓരോ വീഡിയോയുടെയും ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സിൻ്റെ ക്ലാസ് കണ്ട് പഠിക്കുക. കൂടാതെ ഓരോ ദിവസവുമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഓരോ ദിവസവും അതാത് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഇപ്പോൾ തരുന്നത് പോലെ തന്നെ അങ്ങോട്ട് തരുന്നതാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ 30 ഡേയ്സ് ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 30 ഡേയ്സ് ടൈം ടേബിൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, വീഡിയോസ് കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ടേബിളിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസത്തെയും ടൈം ടേബിളും നോട്ട്സും PDF-ഉം എല്ലാം ടെലഗ്രാം വഴിയാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ടേബിൾ നോക്കാം. അപ്പോൾ നാളെ ഡേ 18 ആണ്. നമ്മൾ ഡേ 18 പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ വേൾഡ് ജിയോഗ്രഫി കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, ഇത്രയും ഭാഗമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത്. ആ ഒരു ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 പഠിക്കുക. മധ്യകാല ഇന്ത്യ, അധികാര കേന്ദ്രങ്ങൾ. 6ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 മധ്യകാല സമൂഹം, വിഭവം, വിനിമയം. 6ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 പഠിക്കുക. മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. പിന്നെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 പഠിക്കുക. മധ്യകാല ഇന്ത്യ, രാജ്യസങ്കല്പവും ഭരണരീതിയും. 9ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 പഠിക്കുക. സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി മുഴുവൻ SCERT പാഠഭാഗങ്ങളും ഒരൊറ്റ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആ ഒരു വീഡിയോ കണ്ടിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് SCERT ചാപ്റ്റേഴ്സ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് നാളെ പഠിക്കേണ്ട ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട +2 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ SCERT പഠിച്ചതിന് ശേഷം മാത്രം സമയം കിട്ടുമെങ്കിൽ ഈ +2 ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ +2-ൽ ഇന്ത്യൻ ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ടെക്സ്റ്റ് വരുന്നുണ്ട്. അതിൽ ഭാഗം 2-ൽ വരുന്ന ഒരു രാജകീയ തലസ്ഥാനം എന്ന് പറയുന്ന പ്രമേയം 7, പ്രമേയം 8 കർഷകരും സെമീന്ദാർമാരും രാഷ്ട്രവും, പ്രമേയം 9 രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും. ഇത് 3ഉം വരുന്നത് ഭാഗം 2-ലാണ്. പിന്നെ ഭാഗം 3-ല് കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സും കൂടെ ഒന്ന് വായിച്ചു നോക്കാനായിട്ടെങ്കിലും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എടുത്തു തരാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഇനി അത് കഴിഞ്ഞ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമുക്ക് നാളെ പഠിക്കേണ്ടത്. അതിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്. ഇത്രയും ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് പഠിക്കേണ്ടത്. ഇനി മാത്സിൽ നമുക്ക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നാളെ പഠിക്കണം. ദെൻ ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2021 ഡിസംബർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡേ 18 വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡേ 18 എന്ന് പറഞ്ഞിട്ട് താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഡേ 19-ൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അവരുടെ ബാക്കി ഭാഗം, അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, INC, സ്വദേശി, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്. ഇത്രയും ഭാഗം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാം. ആ ഒരു ഭാഗം വരുന്ന SCERT ചാപ്റ്റേഴ്സ് പറയാം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും പഠിക്കുക. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3
ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഈ 2 ചാപ്റ്ററാണ് ഈ ഒരു ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ഒരൊറ്റ വീഡിയോയിൽ എന്ന് പറയുന്നതിൽ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് അത് പഠിക്കാവുന്നതാണ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബാക്കി വരുന്ന ഭാഗം, അതായത് ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി ഫ്രം പബ്ലിക് ഹെൽത്ത് ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രൊമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, ഇത്രയും ഭാഗം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കാം. അപ്പോൾ അതിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് വരുന്ന ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് ആയിട്ട് SCERT പാഠഭാഗങ്ങൾ നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡേ 19 ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ വീഡിയോയിൽ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് മാത്സിൽ സ്ഥാനനിർണയ പരിശോധന പഠിക്കുക, ഇംഗ്ലീഷിൽ ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഡേ 19 നമുക്ക് പഠിക്കേണ്ടത്. അടുത്തത് ഡേ 20. ഡേ 20 നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് പ്രയർ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുക. ആ ഒരു ഭാഗമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് പറയാം. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 പഠിക്കുക, സംസ്കാരവും ദേശീയതയും. പിന്നെ 10ാം ക്ലാസ്സിൽ തന്നെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 പഠിക്കുക, സമരവും സ്വാതന്ത്ര്യവും. 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആ ഒരൊറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിക്കാം. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ISRO, DRDO ആക്ടിവിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക സയൻസ് ആൻഡ് ടെക്നോളജി. മാത്സിൽ അനലോഗി പഠിക്കുക, സമാന ബന്ധങ്ങൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുക. IT ടൈപ്സ് ഓഫ് ക്രൈംസ് പഠിക്കുക. മലയാള സാഹിത്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, ഇത്രയും പോർഷൻസ് മലയാള സാഹിത്യം കവർ ചെയ്യുക. ഓക്കെ, അത്രയാണ് ഡേ 20 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഡേ 21. ഡേ 21 നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വരുന്ന SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഈ 2 ചാപ്റ്ററാണ് ആ ഒരു ഭാഗമായിട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആ ഒരു ഭാഗം, വിദേശ നയം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചേരിചേരാ പ്രസ്ഥാനം, ആ ഒരു ഭാഗമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ്, അത് പഠിക്കുക. അത് നമ്മൾ ക്ലാസ് എടുത്തതാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് പഠിക്കേണ്ടത് എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് പോളിസീസ്, ന്യൂക്ലിയർ പോളിസി, ഇത്രയും ഭാഗങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുക. മാത്സിൽ ഒറ്റയാനെ കണ്ടെത്തുക. മലയാള സാഹിത്യത്തിൽ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. അപ്പം ഇതിൽ മലയാള സാഹിത്യത്തിലെ എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, ഇത്രയും ഭാഗത്ത് പഠിക്കുക. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, ഇത്രയും ഭാഗം വരുന്ന SCERT ചാപ്റ്ററാണ് 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി ആൻഡ് ഫെബ്രുവരി, ഇത്രയും പഠിക്കുക. ഓക്കെ, ഇത്രയാണ് ഡേ 21. അടുത്തത് ഡേ 22 നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേൾഡ് ഹിസ്റ്ററിയിലോട്ട് കടക്കുവാണ്. ഡേ 22 വേൾഡ് ഹിസ്റ്ററിയിൽ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ, ചൈനീസ്, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ്, എല്ലാ വിപ്ലവങ്ങളും കംപ്ലീറ്റ് ആയിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ
പഠിക്കുക. അപ്പോൾ ഈ വിപ്ലവങ്ങൾ മുഴുവൻ നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് ഓരോ വിപ്ലവങ്ങളും ഒരു കഥയുടെ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുക്കാം, ഓരോ വിപ്ലവത്തിൻ്റെയും. അപ്പോൾ അത് കണ്ട് പഠിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ ഇതേ വിപ്ലവങ്ങളുടെ ക്ലാസ് തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് PDF വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കൂടാതെ വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് SCERT കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം കണ്ട് മാക്സിമം നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഞാൻ പറയാം. 10th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 പഠിക്കുക, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 6th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 പഠിക്കുക, മധ്യകാല ലോകം. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 പഠിക്കുക, മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 പഠിക്കുക, കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന അത്രയും ഭാഗങ്ങളായി. ഇനി മാത്സിൽ നമുക്ക് പഠിക്കേണ്ടത് സംഖ്യാവലോകന പ്രശ്നങ്ങൾ പഠിക്കുക, ഇംഗ്ലീഷിൽ കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് പഠിക്കുക, മലയാള സാഹിത്യത്തിൽ കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ കൃതികൾ, എഴുത്തുകാർ അത് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് 2022 മാർച്ച് ആൻഡ് ഏപ്രിൽ കംപ്ലീറ്റ് പഠിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ മലയാള സാഹിത്യത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ കൃതികൾ, എഴുത്തുകാർ അത് നമ്മൾ കോഡ് ഉപയോഗിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കി പഠിക്കുക. ഇനി ഡേ 23 ആണ്. ഡേ 23 നമുക്ക് പഠിക്കേണ്ടത് വേൾഡ് ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2 ലോകം 20ാം നൂറ്റാണ്ടിൽ. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ, അത്രയും വരും. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. മാത്സിൽ കോഡിങ്ങും ഡീകോഡിങ്ങും പഠിക്കുക, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ് പഠിക്കുക. ഇംഗ്ലീഷിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ് ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ IT ആക്ട് ആൻഡ് അതർ ലോസ് പഠിക്കുക. മലയാള സാഹിത്യത്തിൽ മലയാള പത്രപ്രവർത്തനം പഠിക്കുക. മലയാള പത്രപ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ IT ആക്ട്, സൈബർ ക്രൈംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കളക്റ്റീവ് നൗൺസ് നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സ്ഥാപനങ്ങൾ ഇത്രയും കാര്യങ്ങൾ സംസ്കാരത്തിൽ പഠിക്കുക. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക വിനോദങ്ങൾ പഠിക്കുക. അപ്പോൾ ദേശീയ കായിക വിനോദങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കോഡ് ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതും കണ്ടു പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡേ 23 നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ടൈം ടേബിൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും വേണ്ട ടോപ്പിക്സ് പഠിക്കുക. ഓരോ ദിവസത്തെയും ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ വീഡിയോ ചെയ്തിട്ട് തരുന്നതായിരിക്കും. ബാക്കി ഇനി ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ കൂടിയുണ്ട്, അത് നമ്മൾ ഉടനെ തന്നെ ഇത് തീരുമ്പോഴത്തേനും നമ്മൾ തയ്യാറാക്കിയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ടൈം ടേബിൾ ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിക്ക് തന്നെ റിവിഷൻ ചെയ്യുക, മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്